നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോൾ എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റിയിൽ ഞാൻ സന്ദർശിച്ചിരുന്നു. ആസ്റ്റർ മെഡിസിറ്റിയിലെ ന്യൂറോ മെഡിക്കൽ ICUവിൽ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജത്തി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അർച്ചനയെ കാണാനാണ് പോയത്. അർച്ചന അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ 20 ദിവസമായി ആസ്റ്റർ മെഡിസിറ്റിയിലെ ICUവിൽ കഴിയുകയാണ്. അവളുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു, ഓക്സിജൻ്റെ അളവ് കുറയുന്നു. അവൾ വെന്റിലേറ്ററിൻ്റെയും എക്മോ മെഷീൻ്റെയും സഹായത്തിലാണ് ജീവൻ നിലനിർത്തുന്നത്. അവളുടെ ശരീരാവയവങ്ങൾ ഓരോന്നായി പ്രവർത്തനം നിലയ്ക്കുകയും പിന്നീട് അവിടെ നിന്നും അതിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഫേസ്ബുക്കിൻ്റെ കാലം തുടങ്ങിയപ്പോൾ മുതലുള്ള പരിചയമാണ് അർച്ചനയുമായി. അന്ന് അർച്ചന ബാംഗ്ലൂരിലെ കോഗ്നസെൻ്റ് എന്ന് പറയുന്ന IT കമ്പനിയിൽ പണിയെടുക്കുന്നു. ഭർത്താവ് സഞ്ജുവും അവിടെ തന്നെ ജോലി ചെയ്യുന്നു. ഒരു മകളാണുള്ളത്. അതിനിടയിൽ നാട്ടിലേക്ക് മാറാൻ അവർ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി എറണാകുളത്തെ ഇൻഫോ പാർക്കിലേക്ക് ട്രാൻസ്ഫർ വാങ്ങുന്നു. ഫ്ലാറ്റ് എടുത്ത് അർച്ചന ജോലിക്ക് പോകാൻ തുടങ്ങി. മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു വരാൻ സഞ്ജു തീരുമാനിക്കുന്നു. പക്ഷെ അതിനിടയിൽ ആദ്യത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ടു. അർച്ചന ഒറ്റയ്ക്കാവുന്നു. ഒറ്റയ്ക്കായതോടെ ഉണ്ടായ മാനസികമായ ഒരു അസ്വസ്ഥത, അതിന് തുടർച്ചയായി അർച്ചനയ്ക്ക് ഒരു ദിവസം കണ്ണിൻ്റെ കാഴ്ച പോകുന്നതായി തോന്നുന്നു. ആശുപത്രിയിൽ പോയി പരിശോധിച്ചു. 2020 മുതൽ കഴിഞ്ഞ 5 വർഷവും ആശുപത്രി കയറിയിറങ്ങി നടക്കുകയാണ്. മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന അപൂർവ രോഗമാണ് അർച്ചനയെ ബാധിച്ചിരിക്കുന്നത്. ആ രോഗത്തെക്കുറിച്ച് അർച്ചന മുമ്പൊരിക്കൽ മറുനാടിന് കൊടുത്ത അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നു. മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല ആദ്യം. എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സും നമ്മുടെ ബോഡിയിലെ മസിൽസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവുന്നതാണ്. അതിൽ കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സ് സ്റ്റോപ്പായി. അപ്പം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ ആൻറ്റിബോഡീസ് എന്നെ തന്നെ ഒരു ഫോറിൻ ബോഡിയായിട്ട് കണ്ടിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനിഷ്യലി എൻ്റെ കണ്ണിനെ ആയിരുന്നു അത് അഫക്റ്റ് ചെയ്തത്. പിന്നീടത് ജനറിക് മൈസ്തീനിയ ആയിട്ട് മാറി. ചൂവിങ് എബിലിറ്റി പോയി. സ്വാലോയിങ് ലക്കിലി വലിയ രീതിയിൽ അഫക്റ്റ് ആയില്ല, പക്ഷേ ബ്രീതിങ് അഫക്റ്റ് ആയി. റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഒരു ക്രൈസിസ് സ്റ്റേജിലോട്ട് പോയി. ആ ക്രൈസിസ് സ്റ്റേജിലോട്ട് പോയത് എഗെയിൻ ഒരു 2 വീക്സ് ടൈമിലായിരുന്നു. അപ്പോൾ എഗെയിൻ അന്നേരം ഡോക്ടർമാർ പറഞ്ഞു, നോർമലി മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നൊരു സംഭവം മൈസ്തീനിയ ക്രൈസിസ് ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 months ടൈം വേണം. അപ്പോൾ എൻ്റെ കേസിൽ ഇൻ 2 വീക്സ് ടൈം ആ ക്രൈസിസിലോട്ട് ഓൾറെഡി പോയി. ഞാൻ എങ്ങനെയായിരുന്നു അതെല്ലാം എനിക്ക് സഡൻലി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്നു. അപ്പം അറ്റ് വൺ പോയിൻ്റ് എനിക്ക് തോന്നി എനിക്കിനി അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു തോന്നൽ പോലും വന്നതോ. എന്താ പറയുക, നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളുടെ സപ്പോർട്ടിലാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നറിയുന്ന ആ ഒരു നിമിഷം നമുക്കൊരു മനസ്സിലൊരു തോന്നലുണ്ടാവും, ഈ മരുന്നുകൾ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും. ശരീരത്തിൻ്റെ അവയവങ്ങളുടെയൊക്കെ പ്രവർത്തനം ഇടയ്ക്കിടെ നിന്നു പോകുന്ന, കാഴ്ച നഷ്ടപ്പെടുന്ന, അതിഭയാനകമായ വേദനയെ മറികടക്കാൻ പരിശ്രമിക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത രോഗമാണ്. ഈ രോഗത്തെ ഇച്ഛാശക്തി കൊണ്ടും ചുറ്റുമുള്ളവരുടെ സഹായം കൊണ്ടുമാണ് ഇത്രയും കാലം അർച്ചന അതിജീവിച്ചത്. ഇടയ്ക്കിടെ അർച്ചനയ്ക്ക് രോഗം വരാറുണ്ട്. ഒരിക്കൽ ഞാൻ UK നിന്ന് വന്നപ്പോൾ അർച്ചന രോഗബാധിതയായി ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ എന്നറിഞ്ഞ് ഞാൻ പോയി കണ്ടത് ഞങ്ങളുടെ കൊച്ചി ലേഖകനും അർച്ചനയുടെ സുഹൃത്തുമായി പീയൂഷ് പകർത്തിയെടുത്തത് അർച്ചന ഷെയർ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പിന്നീട് അർച്ചനയുടെ ജന്മദിനത്തിൽ പീയൂഷ് സമ്മാനം കൊണ്ടു കൊടുക്കുന്ന വീഡിയോ ദൃശ്യവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇത് എന്റത് ഇതെല്ലാം സഞ്ചിച്ചാണ്.
ഇത് ഹൈലൈറ്റ് എന്ന് പറയും. ഈ മെസ്സേജ് അയച്ചിരുന്നു. ബർത്ത്ഡേക്ക് wish ചെയ്തിരുന്നു. Many, many happy returns of the day. താങ്ക് യു ഹലോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അർച്ചനയുടെ രോഗം വീണ്ടും മൂർച്ഛിച്ചു. അങ്ങനെ അർച്ചനയെ ആശ്രം മെഡിസിറ്റിയിലാക്കി. അവിടെയാണ് അർച്ചന ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഐസിയുവിൽ കയറി അർച്ചനയെ കാണാനും അവളുടെ കൈ പിടിച്ച് കണ്ണുനീർ തുടയ്ക്കാനും എനിക്ക് കഴിഞ്ഞു. ചെറുതായി സംസാരിക്കും. ഈ ദിവസങ്ങളിൽ തന്നെ ഐസിയുവിൽ നിന്ന് മാറ്റി ഭർത്താവിനെങ്കിലും കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കാമെന്ന് ആശുപത്രി അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. ചിലവേറിയ പ്ലാസ്മ എക്സ്ചേഞ്ച്, നിരവധി ഡോസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ എന്നിവയൊക്കെയാണ് ഇപ്പോൾ അർച്ചനയുടെ ജീവൻ നിലനിർത്തുന്നത്. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അർച്ചന ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. അവളുടെ ജീവൻ കാക്കാനുള്ള പരിശ്രമത്തിൽ വലിയ ചെലവാണ് ഉണ്ടാകുന്നതെന്ന് സഞ്ജു പറഞ്ഞു. ഈ 19 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് 20 ലക്ഷം രൂപ ചെലവായി. അർച്ചനയെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് സുഹൃത്തുക്കൾ ഒരു ചെറിയ ഫണ്ട് ശേഖരണം നടത്തിയപ്പോൾ ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപ കിട്ടി. ഇനിയും ആശുപത്രിയുടെ ബില്ലടയ്ക്കുന്നതടക്കം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ബാക്കിയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മരണത്തെ തോൽപ്പിക്കാനുള്ള അർച്ചനയുടെ ഈ യജ്ഞത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. വലിയ തുകയൊന്നും കൊടുക്കേണ്ടതില്ല. എന്നാൽ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഒരു ചെറിയ തുക അർച്ചനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഈ യജ്ഞത്തിൻ്റെ ഭാഗമായി കൊടുക്കുക. അർച്ചനയുടെ ബാങ്ക് അക്കൗണ്ടും GPay അക്കൗണ്ടും ഒക്കെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. പേ UPI ID ഓർ നമ്പർ എന്ന ഓപ്ഷനിൽ പോയി ഈ UPI ID കൊടുക്കുക. 9620959986@HDFC ബാങ്ക് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി കൊടുക്കാൻ പറ്റും. ഗൂഗിൾ പേ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. അക്കൗണ്ട് നമ്പറും IFSC കോഡും ഇവിടെ കാണിക്കുന്നു. ബാങ്കിലേക്ക് നേരിട്ടും പണം കൊടുക്കാം. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അർച്ചനയ്ക്ക് കൊടുക്കണമെന്നും മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള അർച്ചനയുടെ പ്രയത്നത്തെ പിന്തുണയ്ക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു.